എന്റെ പൊന്നണ്ണ ഞാൻ നടന്നു വരെയായിരുന്നു. അപ്പൊ റിങ്കി പിങ്കി എടുത്ത് പറയണം, ഞാൻ അച്ഛനടുത്ത് പറഞ്ഞു കൊടുക്കൂ. എന്തോന്ന് പറഞ്ഞു കൊടുക്കുന്നു? അതെനിക്കറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചു. അപ്പൊ അവളെ അടുത്ത് പറയല്ലേ നിങ്ങൾക്ക് ഭ്രാന്തം. അതിപ്പോ അവിടെ ഒരു സത്യം പറഞ്ഞല്ലേ. അണ്ണ ജീവിച്ചോണ്ടിരിക്കാണ. അണ്ണ കാര്യം പറ. എന്തോന്ന് പറയാ? അല്ല കാര്യം കേക്ക്. രവിയേട്ട ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയം. ഇതിലെന്തോ കാര്യമുണ്ട്. ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ആണെങ്കിൽ പണിയെടുക്കാത്തവൾ ഇന്ന് ഇത്രയും പണിയെടുക്കുന്നു നിങ്ങൾക്ക് തോന്നണുണ്ടോ? ചായ ഉണ്ടാക്കി കൊടുക്കുന്നു, ഫോം ഫില്ല് ചെയ്യുന്നത് അവിടെ തച്ചിലിരുന്ന് വർക്ക്ഷോപ്പ് ക്ലീൻ ചെയ്തു. എന്തിനാ വിളിച്ചു ചോദിക്കണം? വിളിച്ചു ചോദിക്കാനോ? ആ അല്ലെ, വിളിച്ചു ചോദിക്കുമ്പോഴേ അവളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ? അണ്ണ അങ്ങോട്ട് വിരട്ടി ചോദിക്കണം. അപ്പൊ അവള് മണിയായിട്ട് പറയും. ഞാനാ? അല്ല ചേട്ടത്തി അല്ല, ഇത് മറ്റേ മണി. ഏതോ ചേട്ടത്തി എന്റെ മണിയായിട്ട്. മണിയായിട്ട്. മക്കളെ ഒരു ഗ്ലാസ് ചായ ഉണ്ടായി. ചായ ഉണ്ടാക്കി തരാം മാമ. ഇങ്ങ് വാ. വലിയ വിഷയം. എന്തേ? ഇവളെ കാര്യമേ പിങ്കിയുടെ. മാമാ പിങ്കി വർഷ പിരിയണ. ഓ അവിടെ ഈ ചായ തൂവി കിടന്ന് കംപ്ലീറ്റ് തുടച്ച. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ വിളിക്കല്ലേ? അണ്ണ ചോദിക്കണ്ട അങ്ങോട്ട്. ഇവിടെ അവള് പണിയുന്ന നിനക്കെന്തേലും വിളിച്ചു ചോദിച്ചാ? അതല്ല മാമ കാരണം. പിന്നെ വേറെ വിഷയം. ഇങ്ങനെ പണി ഞാൻ ഒരു കേട്ട കാര്യം ഇവിടെ പറയാണ്. അല്ല അവിടെ മറ്റേ തൂത്തുകാരുടെ കാര്യമല്ല ഇവിടെ നടക്കണത്. നീ വിളിച്ചോണ്ട് വാ. ഞാൻ വിളിച്ചോണ്ട് വരാം അല്ലേ? നീ പോയി വിളിച്ചിട്ട് വാ. ഞാൻ വിളിച്ചോണ്ട്. നേരത്തെ ഭ്രാന്തൻ വരെ പറഞ്ഞു. കണ്ട അല്ല മാമ, എന്തോ കാര്യമുണ്ട്, അത് അറിയണം. നീ വിളിച്ചിട്ട് വാ. അപ്പൊ ഞാൻ ഭ്രാന്തൻ എന്നല്ലേ പറയണത്? എടാ അത് പോട്ട്, നീ വിളിച്ചോണ്ട് വാ അവളെ. ചോദിക്കാം. വിളിച്ചോണ്ട് വരണ്ടോ ഇല്ലയോ? ഞാൻ വിളിച്ചോണ്ട് വരാം. ചെല്ലു. ഓ അവന്റെ ധൃതി ഉണ്ടാ വിളിച്ചോണ്ട് വരെ. അല്ല എന്തോ കള്ളത്തരം ഉള്ള പോലെ തോന്നും. ഒന്നുമില്ലടാ മാറും സംശയം ആണല്ലേ? ചിലപ്പോ രാമന് തോന്നിയായിരിക്കും മണി. നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല ഒന്നും പറയണ്ട, വരട്ട്. ചോദിക്കാം. നമ്മൾ ചോദിക്കും. നിങ്ങള്